സാറാണ് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ ആരോ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു സാറ്. ആരോ സിനിമ ആൾക്കാർ കാണുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. നല്ലൊരു മൂവിയാണ്. ഇതില് ആരോയിൽ ആരാ ശരിക്കും നായകൻ അതാ പറയണ്ട അറിയാം. ഇതില് എല്ലാരും നായകന്മാരും നായികമാരും. പക്ഷേ മറ്റേ പോസ്റ്ററിലൊക്കെ ജോജു ജോർജിനെ മാത്രമേ കാണുന്നുള്ളൂ. ജോജുള്ള ആൾക്കാർ അറിയുന്ന ഒരാള്. ഇതിനകത്ത് ഇപ്പൊ ചെയ്തിരിക്കുന്ന അജീഷ് കൂടുതൽ എല്ലാവർക്കും ഒരു പൂർണ്ണത ഉണ്ട് ആ ക്യാരക്ടർ. തീർച്ചയായിട്ടും നല്ല ഓരോരുത്തരും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസ് എല്ലാവരും യൂസ്. പോസ്റ്റർ വരാത്തതിന് വിഷമിക്കണ കാര്യമില്ല. പോസ്റ്റർ വരാത്തോണ്ട് നവാസിക്കൊക്കെ വിഷമിക്കുന്ന കാര്യമില്ല. അല്ലല്ല എല്ലാവരും പോസ്റ്റർ ഉണ്ട്. എന്നാലും മറ്റേ കൂടുതൽ ബിസിനസ് ഉണ്ടല്ലോ. വേറെ കാര്യം പറയട്ടെ, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തുല്യ പ്രധാനമുള്ള വേഷം. എല്ലാവർക്കും പ്രാധാന്യമാണ്. ആര് നായകൻ നായിക എന്നുള്ളതിന് കഥാപാത്രം ഒരു സീൻ ചെയ്താലും രണ്ട് സീൻ ചെയ്താലും നായകൻ എന്നുള്ള പണ്ടത്തെ കൺസെപ്റ്റാണ്. നായികൻ നായിക 2 പാട്ട് പാടുക 4 പാട്ട് പാടുക. പിന്നെ ഇതില് മറ്റേ ഒരു ആവർത്തന വിരുദ്ധത ഉണ്ടായിരുന്നു. കാരണം മറ്റേ നമ്മുടെ നമാസ്കി കണ്ടല്ലോ, പണ്ടും ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു, ഇപ്പോൾ ഈ സിവിൽ കണ്ടപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഇന്ന് ഓട്ടോറിക്ഷ ഓടിക്കുക എന്നുള്ളതിൽ കഥാപാത്രം നവാസ്കി ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ സാറ് ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഈ താമര എന്ന് പറഞ്ഞ പേരിൽ പ്രൊമോഷൻ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു, വീക്കിലികളിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മളെന്താ വെച്ചാല് താമര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പിന്നെ നമ്മളൊരു താമര എന്ന് വെച്ചിട്ട് ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു പ്രശ്നത്തിൽ നമ്മൾ പേര് മാറ്റിയതാണ്. താമര വെച്ചിട്ട് നമ്മള് അതല്ല, അത് നീലത്താമര, നമ്മൾ താമര മാത്രമേ നല്ല പ്രൊമോഷൻ ആയിരുന്നു. വീക്കിലീസിലും ഞാനയിലും അത് നമ്മളത് അതൊക്കെ വെച്ചിട്ട് നമ്മള് ഒരു നമ്മള് പിന്നെ ആരോന്നാക്കിയിട്ട് അതിന്റെ ഒരു പ്രൊമോഷൻ നന്നായി നടക്കും. എല്ലാവരും എല്ലാ ആൾക്കാരും നല്ല എക്സ്പീരിയൻസ്, നല്ല സുഹൃത്ത്, നല്ല കക്ഷിയാണ്, അതൊക്കെ പരിചയമില്ലാണ്ട് പറയുന്നത്. ജാടയെന്ന് പറയില്ലേ, നേരിട്ട് പരിചയമില്ലാത്തോണ്ട്. സാറേ ഫസ്റ്റ് മൂവിയാണോ അത്? അല്ല, എന്റെ 6ാമത്തെ മൂവി. എന്നാലും ആ സിനിമയ്ക്ക് ശേഷം അനിമോൾക്ക് ഒരു പെർഫോമൻസ് ഉള്ള സിനിമയാണ് ഇത്. അതിനെപ്പറ്റി എന്താ പറയുക? നല്ല ക്യാരക്ടർ നന്നായി ചെയ്യുന്ന പിള്ളേരെന്നൊക്കെ അങ്ങനൊന്നുമില്ല. സാമൂഹ്യ പടം എന്ന് പറഞ്ഞ സിനിമ കണ്ടാണ്. അതിൽ പ്രേംകുമാറേട്ടനും ദിലീപേട്ടനുള്ള സിനിമയാണല്ലോ. കാരണം അതൊരു നല്ലൊരു മൂവിയായിരുന്നു. അതേപോലെ സാറിന്റെ പഴയ സിനിമകളെല്ലാം ഗംഭീരമായ മൂവിയാണ്. നമ്മളെപ്പോഴും ഈ ക്ലൈമാക്സ് എന്നുള്ള സംഭവം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിനിമയ്ക്ക്. ഇതിൽ പുറത്ത് പറയുന്നില്ല, ക്ലൈമാക്സ് വേറെ ലെവലായി പോകും പുറത്ത് പറയാം. കാരണം ഒരുപാട് ഓഡിയൻസ് കാണാനുള്ളതാണ് മൂവി. അപ്പൊ അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നല്ലോ. അവരെ പറ്റി എന്താ പറയാനുള്ളത്? സുധീർ കരമനാണെങ്കിലും കിച്ചു ചേട്ടാണെങ്കിലും എല്ലാവർക്കും അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് പറ്റിയ ക്യാരക്ടേഴ്സിന് എടുത്തിട്ട് ചെയ്തു മാത്രമേ. ഇതിനകത്ത് വില്ലൻ ആരാന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആണ് സസ്പെൻസ് പോൾ ചെയ്യുന്നത്. പക്ഷെ അത് വെറൈറ്റി ആയി പോയത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട നിറത്തിന് പ്രാധാന്യമില്ല. എല്ലാ നിറത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള സിനിമ കുറവാണ്. അഭിനയിക്കുന്നവരും ഞാൻ കറുത്തോനെ അഭിനയിക്കുന്നവരങ്ങനെ അതായത് ചില സിനിമയിലൊക്കെ തോന്നുന്നത് നമ്മളതിൽ മേക്കപ്പ് കാര്യങ്ങളൊന്നും. മണിച്ചേട്ടനൊക്കെ അദ്ദേഹത്തിന്റെ പടത്തില് നല്ല വേഷങ്ങൾ മണിയുടെ രണ്ടാമത്തോടെ എന്റെ പടം സാമൂഹ്യപാഠം. അതെ തന്നെ. കാരണം മണിച്ചേട്ടനൊക്കെ എന്ന് വെച്ചാൽ മണിച്ചേട്ടന്റെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളതിനകത്തല്ല, നമ്മളൊരു കെയർ സ്ക്രിപ്റ്റ് വായിച്ച് ആ സ്ക്രിപ്റ്റിന് പറ്റിയ ആൾക്കാരെ എടുക്കും, അത്രേ ഉള്ളൂ. എനിക്ക് അവസരത്തിൽ ഒരു കാര്യം പറയാണ്, കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സാറിന്റെ പഴയ മൂവീസ് എല്ലാം കണ്ടാണ് സിനിമകളെല്ലാം. ഇത് 6ാമത്തെ മൂവി. ഇതിന് മുമ്പ് ഏഴരക്കൂട്ടം, പക്ഷി നക്ഷത്രം, സാമൂഹ്യപാഠം, പറയാൻ ബാക്കി വെച്ചത്, ഏറെക്കൂട്ടം. അവൻ അവന്റെ കഴിവുകൊണ്ട് വന്ന ഒരാളാണ്. അപ്പൊ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ അങ്ങനെ നോക്കിയിട്ടല്ല, ആ ക്യാരക്ടർ ഒരുപാട് ആൾക്കാരെ നോക്കിയിട്ട് അവനാണ് ആപ്റ്റായിട്ട് ചെയ്തത്. ഏഴരക്കൂട്ടം വേറെ ലെവലായിരുന്നു, നല്ലൊരു മൂവിയാണ്. കാരണം ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മൂവിയാണ്. അന്നൊന്നും ഇവിടെ ഈ ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ അഗ്നിനക്ഷത്രം എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്തമായൊരു പ്രമേയമായിരുന്നു. കാരണം സിദ്ദിഖ് സാറാണെങ്കിൽ നല്ലൊരു മുട്ടയൊക്കെ അടിച്ച് നമുക്കൊരു ഭയാനകം ചെയ്യുന്ന ഒരു വേഷമായിരുന്നു. സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാത്ത വിശേഷങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഡയറക്ടറായിട്ട് മാറി അദ്ദേഹം. ഇന്റർവ്യൂസ് ഡയറക്ടർമാരൊക്കെ, അതുകൊണ്ട് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി സാധാരണ ഒന്നും പറയാനുള്ള എന്റെ ദൈവം. അപ്പൊ ഓക്കെ, അപ്പൊ അവസാനം എന്താ പറയുക? വന്ന് കാണുക. അല്ല, സാറിന്റെ മികച്ച സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ എല്ലാ മൂവീസും മികച്ച സിനിമകളാണ്.
ഏഴക്കൂട്ടാണെങ്കിലും സാമൂഹ്യ പാഠമാണെങ്കിലും അഗ്നേക്ഷത്രം ആണെങ്കിലും പിന്നെ പറയാൻ പറഞ്ഞല്ലോ ഇതിൽ ഒരുപാട് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ടല്ലോ പിള്ളേരായിട്ട് എന്റെ സിനിമയിൽ പൊതുവെ പുതുമകളെ കൂടുതലാണ്. പിള്ളേരുടെ ആരാധിക്കുന്നത് ഏറെക്കൂട്ടം ചെയ്യുമ്പോൾ ദിലീപ് പുതുവാണ്, ഞാൻ പുതുവാണ്, എഡിറ്റർ പുതുവാണ്, ക്യാമറമാൻ പുതുവാണ്. അത് പിള്ളേരാരാന്ന് പറയാമോ പേര് ആരൊക്കെയാണ് ഡെറിക്ക് രാജ് എന്ന് പറഞ്ഞൊരു ഒരു പയ്യനാണ് നമ്മളെ ശിവ എന്നിട്ട് കയറുക. പിന്നെ നമ്മുടെ ആൻമരിയെ കലിപ്പിലാണുള്ള ഒരു സിനിമയിലെ ഒരു വേഷം ചെയ്തൊരു വ്യക്തി വിളിച്ചുള്ള താടിയൊക്കെ ഉള്ളത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ആ സമയത്ത് ഇങ്ങനെ എടുക്കും. എന്നാലും നല്ല മൂവിയാണ് പെരേര, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എല്ലാവരും ജോജോ ജോർജിന്റെയും നവാസിക്കിന്റെയും കിജിച്ചേട്ടന്റെയും പിന്നെ കരീമിക്കന്റെ ഡയറക്ഷനിലും ഒരുങ്ങുന്ന നമ്മുടെ ഒരു സിനിമയാണ് പ്രത്യേകത പറയുന്നത് അമ്പിളി ആരോ. അമ്പിളി ചെറിയ വേഷത്തിലൂടെ വന്നതാണ്, പക്ഷെ ഇപ്പൊ വലിയ വേഷങ്ങൾ ഇത് ചെയ്തു. നല്ല വേഷം, കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അമ്പിളി. ഇത് നന്നായിട്ടില്ല. നന്നായിട്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയുകയും ചെയ്തു, പിന്നെ അജീഷ് ജോജോന്റെ നേരത്തെ മൂവിയിൽ മറ്റേ അമ്പിളി ചേച്ചി ചെയ്തിട്ടുണ്ട്. പുലിമടാന്ന് പറഞ്ഞു. പുലിമട ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പൊ എല്ലാവരും ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ താങ്ക് യു.